വിസ്മയ കാഴ്ചയൊരുക്കി കുഴൂർ പാറപ്പുറം പോളക്കുളം കൂട്ടായ്മയുടെ കലാസാംസ്കാരിക വിനോദോത്സവം നക്ഷത്ര തടാകത്തിന് തുടക്കമായി. വി.ആർ. സുനിൽകുമാർ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. മനോഹാരിതയിലേക്ക് നമ്മുടെ ഈ പോളക്കുളത്തിന് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതിൽ സാംസ്കാരിക കേന്ദ്രമായിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചു കൊണ്ടുവരുവാനും തീർച്ചയായിട്ടും ഈ വേദിയെ നമുക്ക് ഗുണമായിട്ടുണ്ട്. നമുക്ക് വേണ്ടത് നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകാൻ വേണ്ടത് നല്ല സൗഹൃദവും നല്ല സ്നേഹവും നല്ല കരുണയും തന്നെയാണ്. അതായിരിക്കണം നമ്മുടെ മക്കൾക്ക് നമുക്ക് നൽകാൻ കഴിയേണ്ടതായിട്ടുള്ള ഒന്ന്. ജാതിമത ചിന്തകൾക്ക് അതീതമായി നിന്നുകൊണ്ട് മനുഷ്യനാണ് വലുത് എന്നുള്ള, മനുഷ്യത്വമാണ് വലുത് എന്നുള്ള നല്ല ചിന്തകളിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയണം. കൂട്ടായ്മ പ്രസിഡന്റ് ജോൺസൺ കാച്ചപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ജോജു ജോർജ് മുഖ്യാതിഥിയായിരുന്നു. എല്ലാം പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ എന്ത് പറയണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്താ പറയുക, ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കിട്ടിയ അറിവും അനുഭവങ്ങളുമാണ് ഞാൻ എൻ്റെ ഒരു കരിയറായി മാറ്റി ഒരു സിനിമാ നടനായത്. കുഴൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തോന്നിയൊരു സ്വപ്നമായിരുന്നു. അത് നടക്കുമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അതിൻ്റെ പിന്നാലെ പോയി ഇപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞ മാതിരി പൊറുഞ്ചു ജോസഫ് അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിക്കാൻ പറ്റി, ഇവിടെ വന്ന് നിൽക്കാൻ പറ്റി. അത് എന്തെങ്കിലും എനിക്ക് എൻ്റെ എനിക്ക് തോന്നിയ കലാരൂപത്തോട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ജീവിതം ഒന്നുകൊണ്ട് മാത്രമാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് കൂട്ടായ്മകളിലൂടെ വളർന്നു വന്നൊരു നടനാണ് ഞാൻ. നമ്മുടെ മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന ശ്രീ ജോർജു ജോർജിനെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് ഈ സ്വിച്ച് ഓൺ കർമ്മത്തിൽ പങ്കുചേരാം. ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ P.S. സുധീർ, T.S. പുഷ്പൻ, സാജു മണവാളൻ, P.K. അലി, K.G. മോഹൻ, P.J. വർഗീസ് മുക്കണിക്കൽ എന്നിവർ സംസാരിച്ചു. ഡിസംബർ 31 വരെ വൈകിട്ട് 6 മുതൽ 10 മണി വരെ നടക്കുന്ന പരിപാടിയിൽ സ്റ്റേജ് ഷോകൾ, എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾ, ഫുഡ് കൗണ്ടറുകൾ, വർണ്ണ നക്ഷത്രങ്ങൾ, സൗഹൃദ സന്ധ്യ എന്നിവയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്.